പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D. ഇത് പിന്നെ മിത്ത് ബസ്റ്റിംഗ് ആണ് കേട്ടോ, പാർട്ട് 1. അപ്പോൾ നമുക്കപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റത്തെ മിത്ത് അപ്പോൾ എന്താണെന്ന് ഞാൻ തന്നെ പറയാം. അപ്പോൾ ഫസ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ സ്വന്തം വീടില്ലേ, നമ്മുടെ ബോംബ് വെച്ച് പൊട്ടിയാൻ പറ്റില്ലെന്ന്. നമുക്കപ്പോൾ നോക്കി നോക്കാം. ഇവിടെ കുറച്ച് ബോംബ് നമുക്കിടാം, നിറയെ ഇട്ട് കൊടുക്കാം. ഇതിൽ പിന്നെ റൂൾസൊന്നും ബാധിക്കില്ല. ഇത്ര മതിയാവും. ഇനി നമുക്ക് ഫോൺ ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ട ഈ വീടിഞ്ഞൊരു കുഴപ്പമില്ല. ഒരു മിനിറ്റ്, ഞാൻ മെയിൻ കാര്യം മറന്നുപോയി. ഞാനൊന്ന് അൺലിമിറ്റഡ് ഹെൽത്ത് അടിക്കട്ടെ, എനിക്ക് ഞാനും ചാവും. ഓക്കെ, അതങ്ങനെ ഡെയിലി എത്തിയിട്ടുണ്ട്. അത് പിന്നെ മസ്റ്റാണ്. നമുക്കപ്പോൾ ഇല്ലേ രണ്ടാമത്തെ വിത്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ വിത്തിൽ വിത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലത്തെ ഏതൊരു വണ്ടി എടുത്തിട്ടില്ലേ, സ്വിമ്മിംഗ് പൂളിൽ ഓടിക്കാൻ പറ്റുന്ന പറയുന്നത്. നമുക്കപ്പോൾ നോക്കി നോക്കാം. ഇവിടെ പിന്നില്ലേ നമ്മുടെ ഡിഫൻഡർ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡിഫൻഡർ അല്ല, ഏത് വണ്ടി വേണമെങ്കിൽ നമുക്ക് ഓടിക്കാം. ഏത് വണ്ടിയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമുക്കപ്പോൾ ഇല്ലേ നേരെ കയറാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡിഫൻഡർ വെള്ളത്തിൽ ഓടിക്കാൻ പറ്റും. അല്ല, ഇതൊക്കെ പുറത്തേക്ക് ഇറക്കുക. നമ്മുടെ ജമ്പും ഉണ്ടല്ലോ, മറ്റേ ജമ്പിയാണ് ബട്ടണില്ലേ, അതുണ്ടല്ലോ. എന്ത് കുഴപ്പം. ഓക്കെ, നമ്മളങ്ങനെ അതറിയിട്ടുണ്ട്. ആ ജമ്പുമ്പിൻ്റെ ബട്ടണില്ലേ, അത് മറ്റേ സ്ലോ മോഷൻ്റെ ബട്ടണാണ്. അത് കമൻറ്റിൽ ഞാൻ കണ്ടതാണ്. നമുക്കപ്പോൾ അടുത്ത മിത്ത് നോക്കാം. നമ്മളിപ്പോൾ ഇല്ലേ മൂന്നാമത്തെ മിത്തിൽ പറയണത്, നമ്മളിപ്പോൾ ഏതെങ്കിലും അകത്തൊരു വണ്ടി സ്പോൺ ചെയ്യണമെങ്കിൽ അത് വീടിൻ്റെ മോളിൽ എത്തുന്നത്. മറ്റേ ജിമ്മിൻ്റെ റൂമില്ലേ അവിടെ എത്തും. ഇവിടെ ഞാൻ ഒരു പൾസർ സ്പോൺ ചെയ്തിട്ടുണ്ട്. സാധാ പൾസറല്ല, പൾസർ RS 200. ആ വണ്ടി ഞാൻ സ്പോൺ ചെയ്തു. നമുക്കിനി വീടിൻ്റെ മുകളിൽ നോക്കി നോക്കാം. അടിയൊന്നും കാണാനില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നമ്മുടെ വീടിൻ്റെ മടക്കാൻ ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടായി നന്നായി. അതെന്തിലാവട്ടെ, അല്ലാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുക. അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചാവും, അത് വേറെ കാര്യം. നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ വലിയ ശോകമല്ല. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. അതെന്തിലാവട്ടെ, നമുക്കപ്പോൾ നാലാമത്തെ മിത്ത് കാണാം. നാലാമത്തെ മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പകുതി പേർക്കറിയാം ആ മിത്ത് എന്താന്ന്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗോസ്റ്റ് റൈഡർ ബൈക്കില്ലേ, അത് വരാണെങ്കിൽ നമ്മൾ വണ്ടി വെച്ച് വരാൻ അടിച്ചു കഴിഞ്ഞില്ലേ, അവർ ചാവുകയും ചെയ്യും. ആളടിക്കുകയാണെങ്കിൽ ആൾ ചാവും, തീ പിടിച്ച്. നമുക്കപ്പോൾ ഒരാളെ സ്പോൺ ചെയ്ത് കാണിച്ചു തരാം. അതായിരിക്കും ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ബോയെന്ന് ടൈപ്പ് ചെയ്യാം, BOY. അന്നേരം രാജു സ്പോണാവും. രാജുവിനെ നമ്മളില്ലേ ഈ വണ്ടി വെച്ച് അടിക്കുകയാണെങ്കിൽ അവൻ ചാവുന്നു. നമുക്ക് നോക്കി നോക്കാം. ഈ തീ കാരണമില്ലേ മരത്തിൽ കാണുന്നില്ല. നമുക്കൊന്ന് ക്യാമറകളെ പറ്റി കളിക്കാം. ഇങ്ങനെ മതിയായിരിക്കും. അന്നേരം ആൾക്ക് തീ പിടിക്കും രാജുവിന്. ഓക്കെ, നമ്മൾ രാജുവിനെ പറ്റി അടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടില്ലേ, ആൾക്ക് തീ പിടിച്ചു. നമ്മുടെ വേറെ നമ്മുടെ രാജുവിന്. ഈ ആളുണ്ടെങ്കിൽ വരുന്നുണ്ട് കോപ്പൻ. അതിലാവട്ടെ, ഇനി ഇയാളെ നമ്മൾ അയാളടിക്കുമ്പോൾ അയാൾ തീ ചാവും. പക്ഷെ നമ്മൾ വണ്ടി വെച്ചിടിക്കുകയാണെങ്കിലേ അത് ആ വണ്ടി പൊട്ടി തെറിക്കും. പക്ഷെ നമ്മൾ ചാവില്ല. അൺലിമിറ്റഡ് ഹെൽത്ത് ഓണാക്കി കഴിഞ്ഞു. നമുക്കപ്പില്ലേ ഇന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ വണ്ടി വെച്ചടിക്കാൻ പോവാണ്. ഇവിടെ മീറ്റർ മാർക്കിംഗ് ആണ്. ഓക്കെ, ഈ വണ്ടി അതിനെ പൊട്ടി തെറിച്ചു. പക്ഷെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളെത്തില്ല, കാരണം ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഈ മിത്ത് കൺഫേംഡ് തന്നെയാണ്. നമുക്കപ്പോൾ അല്ലേ അടുത്ത അഞ്ചാമത്തെ മിത്ത് നോക്കാം. ഇത് അഞ്ചാമത്തെ അല്ലേ, അതന്നെ. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടി വെച്ച് മോളിലൊരു ഫോൺ ചെയ്ത സ്ഥലത്ത് വേറെ മോളിലൊരു വണ്ടി സ്പോൺ ചെയ്യുകയാണെങ്കിലേ നമുക്ക് രണ്ട് വണ്ടിയും ഒരുമിച്ച് ഓടിക്കാമെന്നാ. ഇവിടെ ഒരു പോലീസുകാരും പിന്നെ ഒരു റോൾസ് റോയ്സ് സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ അല്ലേ രണ്ടിലും കയറാം. ഏത് കയറിയ റോൾസ് റോയ്സറാന്നുണ്ട്. ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പോകുന്നല്ലോ. നമ്മൾ പക്ഷേ റോൾസ് റോയ്സറിൽ കയറിയേ. പക്ഷെ കൂട്ടത്തിൽ മറ്റേ വണ്ടി കൺട്രോൾ ആവുന്നുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ ഇടിച്ചു. ഏതോ പെണ്ണ് ചാവണ വെച്ച് കേട്ടുമല്ലോ, എന്താണോ? നമുക്ക് പോവാം. അല്ല, ഇപ്പം തന്നെ ഞാൻ കുരങ്ങ് പോകുന്നില്ലല്ലോ. ഒരു മിനിറ്റ്, ഇതെന്തത്?
സാധാരണ പോലീസ് സൈറൺ അടിച്ചല്ലേ വരെ ഇവന്മാരങ്ങനെയല്ലേ നമ്മൾ. പക്ഷേ റിവേഴ്സ് എടുക്കുമ്പോൾ മറ്റേ കൂട്ടത്തിൽ മറ്റേ വണ്ടിയും കൺട്രോൾ ആവുന്നുണ്ട്. ഓ ഇത് കൊള്ളാം, ഇത് പൊളി മിത്തായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മിത്തിന് ഞാൻ കൊടുക്കാൻ പോണത് 5 സ്റ്റാർ അല്ലെങ്കിൽ കൺഫേംഡ്. നമുക്കപ്പില്ലേ ഈ 2 വണ്ടിയും പൊട്ടിച്ച് കളയാം. ഭയങ്കര ശല്യമാണ്. അല്ല വിശ്വറിയുടെ ശല്യമില്ല അതിലോട്ടെ. നമുക്കപ്പില്ലേ അടുത്ത മിത്ത് നോക്കാം. അടുത്ത മിത്തിന് പറയണത് നമ്മൾ മറ്റേ ബീച്ചില്ലേ, ആ ബീച്ചിൽ കുറേ നേരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ അടിയിലേക്ക് പോകും, അല്ല പാതാളത്തിൽ പോകും. നമുക്കപ്പോൾ അത് നോക്കി നോക്കാം. നമ്മളങ്ങനെ ഒരു വണ്ടി സ്പോൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പക്ഷേ വണ്ടി എന്ന് പറയാൻ പറ്റില്ല, ATV അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമുക്കില്ലേ നേരെ പോവാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞവിടെയായിരുന്നു ആ ബീച്ചിലേക്ക്. നമുക്കപ്പോൾ ബീച്ചിലേക്ക് യാത്ര പിടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കില്ലേ നല്ല സ്പീഡിൽ കൊണ്ടുപോകാം ആ മുമ്പിൽ കാണുന്ന ബീച്ചിൽ. നമുക്കപ്പോൾ ഇല്ലേ നേരെ പോവാം. പണ്ടൊക്കെ ഇല്ലേ ഈ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇത് വേറൊന്നുമില്ല, പണ്ടൊക്കെ ഇവിടെ ബീച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ വാഗനർ അപ്ഡേറ്റില്ലേ, മറ്റേ വാഗനർ അപ്ഡേറ്റില്ലേ അവിടെ വന്ന്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞല്ലേ നമ്മൾ പെട്ടെന്ന് ചാവും. പക്ഷെ പണ്ടത്തെ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് അപ്ഡേറ്റ് കടന്നു പോകാൻ പറ്റും, നമ്മളെ ബോയിഡിലോട്ട് പോകാൻ പറ്റും. അത് കുറേ കാലം കഴിഞ്ഞിട്ടാ വന്നത്. അല്ല ഇതെന്തത്, ഞാൻ കുറേ നേരം പോകാൻ തുടങ്ങിയിട്ട്. നമുക്ക് ക്യാമറ ആംഗിൾ മാറ്റാൻ പറ്റും. ഇതേ കണ്ടില്ലേ, നമ്മൾ ക്യാമറ ആംഗിളൊക്കെ മാറ്റി. പക്ഷെ എന്നിട്ടും വണ്ടി പോണില്ല. ഇത് കുറേ നേരമായി നോക്കണ്. എനിക്കൊന്ന് വണ്ടി ഇവിടെ നനങ്ങില്ലെന്ന് എത്തുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നിട്ടോ. ഓക്കെ, നമ്മളങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മുമ്പിൽ വോയിഡ് കാണുന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കാൻ നോക്കട്ടെ. പറ്റിയില്ല. നമ്മളങ്ങനെ പാതാളത്തിലേക്ക് യാത്ര പിടിച്ചു. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പക്ഷെ വീണ്ടും ചെയ്ത് നോക്കിയതാ. ഇയാൾ ചാവ് ഇവിടെ വെച്ചിട്ട് ഇയാൾ ചാവത്തൊന്നുമില്ല. ഇയാളിവിടെ കുറേ നേരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അവസാനമില്ല, ഇത് വേറെ കാര്യം. നമുക്ക് റീസ്റ്റാർട്ട് അടിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത മിത്ത് നോക്കാം. ഇത് ഫൈനൽ മിത്താണ് ബ്രോ. ആദ്യം ഒരു ബൈക്ക് എടുക്കണം, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വീണ്ടും ഇറങ്ങാം? ട്രെയിൻ വരുന്ന പാളത്തിൽ നിന്ന് നിൽക്കുക, അന്നേരം ട്രെയിൻ പാളം തെറ്റും. ശരി, അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് നോക്കി നോക്കാം. ഏത് ട്രെയിനാണെന്നും പറഞ്ഞിട്ടില്ല. ട്രെയിനിൽ നിൽക്കാത്ര തന്നെ. നമുക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലായി. അയ്യോ എൻ്റെ അമ്മച്ചി. ഓ ഈ ഡിഫൻഡറുകാരൻ എവിടേക്ക് വണ്ടി ഓടിക്കണ്? അതെന്തിനാവട്ടെ, നമുക്കപ്പോൾ ആ വണ്ടി എടുക്കണം. ഇതിപ്പോൾ എന്തുണ്ടായി? ഗ്ലിച്ച് അടിച്ചാണോ? ഒരു മിനിറ്റ്. പേടിച്ചു പോയി ഞാൻ. ക്യാമറ വെച്ചപ്പോൾ എല്ലാം ശരിയായതുകൊണ്ട്. ഇതിപ്പോൾ എന്താണ് ഉണ്ടായേ? ഞാൻ ജസ്റ്റ് ഒന്ന് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷെ നമുക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്കൊന്നും പറ്റിയില്ല. പഴയ ട്രെയിൻ വർക്കാവില്ലെന്ന് തോന്നിട്ടാ. നമുക്കൊന്ന് നോക്കി നോക്കാം. നമുക്ക് പിന്നെ പുതിയ ട്രെയിൻ ആയിരിക്കും വേണ്ടേ. നമുക്കപ്പോൾ ഇല്ല നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നുമില്ല, അത് നേരെ കാണുന്ന സ്ഥലമില്ലേ, അതാണിത് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമുക്കവിടെ വണ്ടി നിർത്താം. നമ്മളങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് മറ്റേ പഴയ ട്രെയിനില്ലേ, ഇത് കാര്യമില്ല. ഞാൻ ഈ ഗെയിമിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്തു. മറ്റേ ട്രെയിൻ വെച്ചിട്ട് കാര്യമില്ല, കാരണം പുതിയ ട്രെയിനാണ് നമുക്ക് വേണ്ടത്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. നമുക്കപ്പോൾ ഇല്ലേ നേരെ മറ്റേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം, അതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ നേരെ പറഞ്ഞ പോലെ ട്രെയിൻ വരുന്ന പാളത്തിനവിടെ നിൽക്കുക. അന്നേരം ട്രെയിൻ ഇതാവും. എൻ്റെ അമ്മ വീണ്ടും വിളിച്ചല്ലോ. നമ്മൾ വിളിച്ചാവാറായി. എന്നാലും ഈ ബൈക്കുകാരനോട് വണ്ടി ഓടിക്കണത് എനിക്കത് മനസ്സിലായില്ല. നമുക്കപ്പോൾ വേറെ ഒരു കാർ സ്പോൺ ചെയ്യാം, മെക്ലാറൻ സ്പോൺ ചെയ്യാം. ഞാൻ ഇവിടെ വെച്ചൊന്ന് സ്പോസാക്കി എനിക്ക് നിങ്ങൾക്കത് കാണിക്കാൻ. നമുക്കപ്പോൾ മറ്റേ പുതിയ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യാൻ അധികം നേരമില്ല. നമുക്ക് സ്നൈപ്പർ വെച്ച് നോക്കി നോക്കാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ട്രെയിനാണ് നമ്മുടെ ലക്ഷ്യം. ഈ ട്രെയിൻ പക്ഷേ വലിയ ട്രെയിനാണ് കേട്ടോ. ഇത് ട്രെയിൻ കണ്ടിരിക്കും മറ്റേ GTA5 ട്രെയിൻ ഓർമ്മ വരുന്നത്, കാരണം അതിലത്തെ ട്രെയിൻ ഇതുപോലെയാണ്. നമുക്കപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഓക്കെ, ആ ട്രെയിൻ അങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇല്ലേ ഇവിടെ നിൽക്കാം. ഇതിപ്പോൾ ഒന്നുണ്ടായേ, നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി, അതൊക്കെ. പക്ഷെ ആ മിത്തിയെ പറഞ്ഞതില്ലേ ട്രെയിൻ തെറിച്ച് പോകുന്ന, സോറി ട്രെയിനിൻ്റെ പാളം തെറ്റുന്ന. ഇവിടെ ഇപ്പം നമ്മൾ തെറിച്ച് പോയില്ല, ട്രെയിനിൻ്റെ പാളം തെറ്റിയില്ല. അപ്പോൾ ഈ മിത്ത് എന്തായാലും വർക്കിംഗ് അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.